ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളുടെ ബ്യൂട്ടി വ്ളോഗിൻ്റെ ദിവസം എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ കുറേ ആൾക്കാർ ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അതായത് ഇതൊരു DIY തന്നെയാണ്. പിന്നെ നമ്മുടെ ലിപ്സിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് രാത്രി കിടക്കുമ്പോൾ പുരട്ടുന്ന ഒരു ലിപ് കെയർ കാര്യങ്ങളൊക്കെ ഞാനൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഇതിന് മുന്നേ. ഇത് ഒരു ലിപ് ബാമാണ് ഞാനിപ്പോൾ ചെയ്ത് കാണിക്കുന്നത്. ലിപ് ബാം എന്ന് പറയുമ്പോൾ നമ്മളുടെ പകൽ സമയങ്ങളിൽ നമ്മൾക്ക് പുരട്ടാൻ പറ്റുന്നൊരു കാര്യം. അപ്പോൾ ലിപ്സ്റ്റിക്ക് എല്ലാവരും എല്ലാ പ്രാവശ്യം പുരട്ടണം എന്ന് നിർബന്ധമില്ലല്ലോ. പക്ഷേ വീട്ടിൻ്റെ അകത്ത് നിൽക്കുമ്പോഴും നമ്മൾ പുറത്ത് പോകുമ്പോഴും ഡ്രൈ ആകാണ്ടിരിക്കാനായിട്ട് എപ്പോഴും ഒരു ലിപ് ബാം പുരട്ടുന്നത് നല്ലതാണ്. നമുക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങാൻ കിട്ടും. പല ഫ്ലേവേഴ്സിലുള്ള ലിപ് ബാംസ് ഉണ്ട്. ഇതൊരു ചെറിയൊരു ഹോം മെയ്ഡ് ലിപ് ബാമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ മാസ്ക് ഇടുന്ന കാലഘട്ടമായതുകൊണ്ട് ആരുടെയും ചുണ്ടൊന്നും കാണുന്നില്ല. ഒരു ലിപ്സ്റ്റിക്കിന് പോലും പ്രസക്തി ഇല്ലാത്ത കാലമാണ്. എങ്കിലും നമ്മൾ ലിപ്പിനെ കെയർ ചെയ്യണം. നമ്മുടെ ചുണ്ടുകൾക്ക് സംരക്ഷണം കൊടുക്കണം. ഡ്രൈ ആകുന്നതൊക്കെ ഡ്രൈ ആകും. ഇപ്പം നമ്മൾ മാസ്ക് വെച്ചാലും ഇല്ലെങ്കിലും ഡ്രൈ ആകേണ്ടതാകുന്നുണ്ടാകും. അപ്പോൾ അത് നമ്മൾ കെയർ ചെയ്യണം. അപ്പോൾ മാസ്ക് വെക്കുമ്പോൾ ഡബിളാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഭാഗത്തിനെ ഒന്നും ഒട്ടും ശ്രദ്ധിക്കാണ്ട് ഭയങ്കരമായിട്ട് നമ്മുടെ എന്താ പറയുക വേർക്കാറുണ്ട്. ഈ ഭാഗമല്ല, എനിക്കെല്ലാം സത്യം പറഞ്ഞാൽ ഇവിടെ എല്ലാം ഭയങ്കരമായിട്ട് വേർക്കും. നമ്മുടെ ഈ ശ്വാസമൊക്കെ ഇങ്ങനെ തങ്ങി നിന്നിട്ട് അങ്ങനെ ഭയങ്കര ഇഷ്യൂസാണ്. എങ്കിലും നമ്മൾ അതുകൊണ്ട് തന്നെ മുഖം എല്ലാ ഭാഗത്തും പോലെ തന്നെ ഈ ഭാഗമൊക്കെ വളരെ വളരെ ആരെങ്കിലും കാണുന്നോ ഇല്ലേ എന്നുള്ളതല്ല, നമ്മുടെ സ്വയം സംരക്ഷണം ആവശ്യമാണ്. ലിപ്സിൻ്റെ കാര്യത്തിൽ വളരെ കെയർഫുൾ ആയിരിക്കണം. അപ്പോൾ ലിപ് ബാമിനെ കുറിച്ച് പറയാം. അപ്പോൾ നമ്മളുടെ ഇതിന് മുന്നേ ഉള്ള വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ലിപ് കെയറിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുറേ നാൾ മുന്നെയാണ്. ഒന്ന് എന്താ പറയുക, LekshmiNairVlogs ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടുന്ന ഇതാണ്. ജസ്റ്റ് ഇങ്ങനെ സെർച്ച് ചെയ്താൽ LekshmiNairVlogs ലിപ് കെയർ വീഡിയോ എന്നടിച്ചു കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് കയറി വരും, പോപ്പപ്പ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഇതിലിപ്പോൾ പ്രധാനമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഒന്ന് നമ്മുടെ റോസ് സിറപ്പെന്നോ റോസ് വാട്ടറെന്നോ, ആ റോസ് വാട്ടറല്ല, ഇതാ റോസ് സിറപ്പാണ്. അതിൻ്റെ ഒരു സത്ത് കിട്ടിയില്ല. ഞാൻ റോസ് വാട്ടർ കാണിക്കുന്ന ഒരു വീഡിയോ, റോസ് വാട്ടർ എങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കാം എന്ന ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് നോക്കുകയാണെങ്കിൽ, കാണാത്തവരാണെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കാം ഇതെങ്ങനെയാണ് ഇതുണ്ടാക്കുന്നത്. ഇനി അഥവാ അത് കണ്ടിട്ട് അത് നമ്മൾ സ്റ്റീം ചെയ്തിട്ട് ആ സ്റ്റീമിൽ നിന്നാണ് റോസ് വാട്ടർ ഉണ്ടാകുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി ആ റോസാപ്പൂവിൻ്റെ ഇതളുകളുടെ കളറെല്ലാം മാറിയിട്ട് അതിൻ്റെ ചാറ് ഇങ്ങനെ വന്ന് കിടക്കും ആ പാത്രത്തിൽ. അതാണ് ഈ കാണുന്നത്. ഇനി ഇങ്ങനെ ചെയ്ത് എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും റോസാപ്പൂ ഇതളുകൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നും ഈ കളറിങ്ങനെ വന്ന് ശരിക്കും ഇച്ചിരി നേരം തിളപ്പിച്ചിട്ട് അത് പിഴിഞ്ഞെടുത്താൽ മതി. ഇങ്ങനെ ഒരു റോസ് വാട്ടർ കിട്ടും. അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ഒരു കാര്യം. ഇതിന് പകരം വേണമെങ്കിൽ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഇതൊരു കാര്യം. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന വെജിറ്റബിൾ ഗ്ലിസറിനാണ്. ഗ്ലിസറിൻ മെഡിക്കൽ സ്റ്റോറിൽ വാങ്ങാൻ കിട്ടും. നമുക്ക് ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാം. വെജിറ്റബിൾ ഗ്ലിസറിൻ. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് അലോവേറ ജെല്ലാണ്. ഞാൻ ഉപയോഗിക്കുന്നത് പതാഞ്ജലിയുടെ അലോവേറ ജെല്ലാണ്. അപ്പോൾ ഇത് തന്നെ ആയിരിക്കും നല്ലത്. നാച്ചുറൽ അലോവേറ ജെല്ല് ഈ ഒരു കാര്യത്തിന് വേണ്ട. ലിപ് ബാം ആ ഒരു ടെക്സ്ചർ നമുക്ക് നന്നായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ അലോവേറ ജെല്ല് തന്നെ വേണം. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഓപ്ഷണലാണ്. ആൽമണ്ട് ഓയിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കാസ്റ്റർ ഓയിൽ ഉപയോഗിക്കാം. കാസ്റ്റർ ഓയിൽ ഒരു നല്ല മോയ്സ്ചറൈസിങ് ഏജൻറ്റാണ്. അത് മുഖത്ത് തലമുടിയിൽ മാത്രമല്ല, മുടി കറുക്കാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങളെല്ലാം പലർക്കും ഒരു സംശയം ഉണ്ടാകും, അപ്പോൾ കാസ്റ്റർ ഓയിൽ തേച്ച് കഴിഞ്ഞാൽ കറുക്കില്ലേ എന്ന് തോന്നും. കറുക്കില്ല. ഓക്കെ. തലമുടിയിൽ തേച്ച് കഴിഞ്ഞാൽ തലമുടിക്ക് നല്ല കളറ് കിട്ടും, നല്ല കറുത്ത കളറ് കിട്ടും, മുടി വളരാൻ സഹായിക്കും. അതേസമയം സ്കിന്നിൽ പുരട്ടിക്കഴിഞ്ഞാൽ സ്കിന്ന് കറുക്കില്ല. സ്കിന്നിന് കൂടുതലായിട്ട് എന്താ പറയുക മോയ്സ്ചർ ലോക്കിൻ ചെയ്യാനുള്ള കഴിവാണ് കാസ്റ്റർ ഓയിലിനുള്ളത്. നമ്മുടെ ഒരു നാച്ചുറലായിട്ടുള്ളൊരു മോയ്സ്ചറൈസിങ് ഇഫക്റ്റ് എപ്പോഴും കിട്ടും. അപ്പോൾ കാസ്റ്റർ ഓയിൽ നല്ലതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത് ആൽമണ്ട് ഓയിലായാലും കുഴപ്പമില്ല, ഇതിലേതെങ്കിലും ഒന്ന്. അപ്പോൾ ഞാനിപ്പോൾ കാസ്റ്റർ ഓയിലാണ് ഉപയോഗിച്ച് കാണിക്കാൻ പോകുന്നത്. പിന്നെ ഗ്ലിസറിൻ മസ്റ്റാണ്. ഗ്ലിസറിനാണ് ഒരുപാട് മോയ്സ്ചർ, പുറമേ ഉള്ള മോയ്സ്ചർ പോലും നമ്മളിലേക്ക് പിടിച്ചു തരും. പിന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന നമ്മളല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന മോയ്സ്ചർ പുറത്തേക്ക് പോകാതെ ലോക്കിൻ ചെയ്യാനും അത് സഹായിക്കും. പിന്നെ റോസ് വാട്ടർ, ഇതിൻ്റെ ഗുണം ഞാൻ പറയാണ്ടറിയാലോ. ഇതിൻ്റെ കളറും എല്ലാം നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഈ പിഗ്മെൻറ്റ്, ഈ പിങ്ക് കളർ നാച്ചുറൽ കളറാണ്, നമ്മൾ കളർ ചേർക്കുന്നതല്ലോ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കുറച്ച് ഇതിലിട്ടിട്ട് മിക്സ് ചെയ്യാം. ഒരു ടേബിൾ സ്പൂണോളം അലോവേറ ജെല്ലെടുത്തു. അതോടൊപ്പം കുറച്ച് ഗ്ലിസറിൻ. ഓക്കെ, ഒരു 1/2 ടീസ്പൂൺ ഗ്ലിസറിൻ. ഒരു ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. 1/2 ടീസ്പൂൺ ഗ്ലിസറിൻ. പിന്നെ ഇതിലേക്ക് കാസ്റ്റർ ഓയിൽ. കാസ്റ്റർ ഓയിലും ഒരു കുറച്ച് മതി. ഇത് കാസ്റ്റർ ഓയിൽ എന്ന് പറയുമ്പോൾ ഇച്ചിരി തിക്കാണ്, കുറച്ച് കട്ടി കൂടുതലാണ്. ഒരു 1/4 ടീസ്പൂൺ തിക്കായിട്ടുള്ള. അതെപ്പോഴും ഒരു കരിയർ ഓയിൽ വേണം, അതിനെ ഒന്ന് ലൂസൻ ചെയ്യാം. പക്ഷേ ഇതിൻ്റെ കൂടെ ആകുമ്പോൾ കുഴപ്പമില്ല. പിന്നെ നമ്മളുടെ റോസ് സിറപ്പ് ഓർ ഇങ്ങനെയുള്ള റോസാപ്പൂവിൻ്റെ ചാറ്. ഓക്കെ, ഏതാണ്ട് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്.
ഇനി ഒരു മിക്സിങ്. ഓക്കെ, ഒരു ലൈറ്റ് ഒരു ലാവൻഡർ കളറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നോക്കി, പിങ്കിഷ് ഒരു ലാവൻഡർ കളർ. ഈ ഒരു ടെക്സ്ചറും അതെ. ഓക്കെ, ഇനി ഇതുപോലെ ഒരു കണ്ടെയ്നർ എടുക്കുക. ഇതുപോലെ വാങ്ങാൻ കിട്ടും, ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ കിട്ടും. അടപ്പുള്ള കണ്ടെയ്നേഴ്സ് കിട്ടും. പിന്നെ ഇതിനകത്തേക്ക് സ്റ്റോർ ചെയ്യാൻ പോകും. ഒരു ചെറിയ ക്വാണ്ടിറ്റിയാണ് ഞാൻ കാണിച്ചത്. ഇത് തന്നെ എത്രയോ ദിവസം നമുക്ക് ഉപയോഗിക്കാനുണ്ട്, അത്ര തന്നെ ധാരാളം. ലൈറ്റ് ലാവൻഡർ കളറാണ് ഇപ്പോൾ ഇതിൽ നിന്നും വന്നത്. പിന്നെ ഇത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ റോസിൻ്റെ സിറപ്പല്ലേ എടുത്തത്, ആ കളറിന് പകരം ആ റോസിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നല്ല മണം, അത് വേണമെങ്കിൽ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എടുത്തിട്ട് ഫ്രഷ് ജ്യൂസ് എടുത്താലും മതി, ഗ്രേറ്റ് ചെയ്തിട്ട് പിഴിഞ്ഞാൽ മതി. അതിൽ നിന്ന് കുറച്ചെടുത്ത് കഴിഞ്ഞാൽ വേറൊരു കുറച്ചുകൂടി പിങ്കിഷായിട്ട് കിട്ടും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിൽ നിന്ന് കുറച്ചെടുക്കുക, കുറച്ച് മതി. നമ്മളൊരു ബാമായിട്ട് യൂസ് ചെയ്യുന്നില്ല, അപ്പോൾ നല്ലൊരു തിളക്കം ഉണ്ടാകും, നല്ലൊരു മോയ്സ്ചറൈസ്ഡ് ഒരു ഷൈനി അപ്പിയറൻസ് ഉണ്ട്. അപ്പോൾ ലിപ്സ്റ്റിക്ക് ഇടേണ്ട ആവശ്യമില്ല. ലിപ്സ്റ്റിക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലിപ് ബാം മാത്രം പുരട്ടിയിട്ട് നമുക്ക് പുറത്തേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ചുണ്ട് ഒട്ടും തന്നെ ഡ്രൈ ആകാണ്ട് നന്നായിട്ടിരിക്കും. ലിപ്സ് ഓക്കെ, ദേ നല്ലൊരു ഷൈനിങ് ഞാൻ ബാം ഇട്ടിരിക്കുകയാണ്. ഓക്കെ, ലിപ്സ്റ്റിക്ക് ഇല്ല, ബാം മാത്രം. ഓക്കെ, പിന്നെ നമ്മൾ ലിപ്സിന് കെയർ നന്നായിട്ട് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആഴ്ചയിൽ 1-2 പ്രാവശ്യം എക്സ്ഫോളിയേറ്റ് ചെയ്യണം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആ വീഡിയോയിൽ തന്നെ ഉണ്ട്, കുറച്ച് തേനും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇങ്ങനെ തേച്ച് സർക്കുലർ മൂവ്മെൻറ്റ്. അപ്പോൾ ഇങ്ങനെ ഈ എന്താ പറയുക, ഡെഡ് സ്കിൻ എല്ലാം മാറി കിട്ടും. ഓക്കെ, ആ ഡ്രൈനെസ് ഒക്കെ പോകും. പിന്നെ ഇങ്ങനെ നമ്മളെപ്പോഴും മോയ്സ്ചറൈസ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതിപ്പോൾ ഒരു ബാമിൻ്റെ യൂസാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ദിസ് ഇസ് എ ബാം. ഇതിനി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. എല്ലാ ദിവസവും ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ ഈ ബാം പുരട്ടാം. രാവിലെ തൊട്ട് രാത്രി വരെ വേണമെങ്കിലും ഇൻ ബിറ്റ്വീൻ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വായെല്ലാം കഴുകി കഴിഞ്ഞിട്ടൊന്ന് പുരട്ടിക്കൊണ്ട് നടക്കുക. ഓക്കെ, അപ്പോൾ അത് കാര്യമായിട്ട് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. നല്ലൊരു ഗ്ലോ ഉണ്ടാകും, നല്ല സോഫ്റ്റ് ആകും. പിന്നെ എന്താ പറയുക, ഒട്ടും തന്നെ ഡ്രൈ ആകില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കിട്ടുമെന്ന് തന്നെ ഞാൻ വിചാരിക്കട്ടെ. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് തരിക, നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. Thank you for watching and keep on watching Lekshmi Nair Vlogs.